ഗൈസ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഫിഷിംഗ് സ്പോട്ടിൽ നമ്മൾ തേടി നടന്നൊരു ഐറ്റം അങ്ങായി കിടപ്പുണ്ട് കേട്ടോ. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഓസ്കാർ ടാങ്കിന് പറ്റിയ നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഉരുളൻ കല്ലുകളാണ്. നമ്മുടെ അനുഭവം വെച്ച് ഈ ഒരു ഐറ്റം നമ്മളൊരു അക്വേറിയത്തിൽ നിന്നും വാങ്ങുവാണെങ്കിൽ അവരിതിന് പൊന്നും വിലയായിരിക്കും ഈടാക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ കല്ല് തരുന്നത് കണ്ട് അവിടെയുള്ള നമ്മുടെ കുട്ടി സബ്സ്ക്രൈബർമാരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായി എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആവശ്യത്തിന് മാത്രമുള്ള കല്ല് പിറക്കിയെടുത്ത് വീട്ടിലെത്തിയ ശേഷം ഒരു ദിവസം മൊത്തം നമ്മൾ ഇതിനെ ഉപ്പുവെള്ളത്തിൽ മുക്കിയിട്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ഉപ്പുവെള്ളത്തിൽ നിന്നും കല്ല് പിറക്കി മാറ്റിയ ശേഷം ഇതിനെ നമ്മൾ ഒന്നുകൂടി നല്ല രീതിയിൽ സാധാരണ വെള്ളത്തിൽ കഴുകി എടുക്കുവാണ്. സത്യത്തിൽ നമ്മൾ ടാങ്കിൽ ഇരിക്കുന്ന ഡ്രിഫ്റ്റ് മാറ്റി അതിന് പകരം ഈ കല്ലുകൾ വെച്ച് സെറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഇനി ഇവിടെ വെച്ചൊരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ്. ടാങ്കിന്റെ ബോഡി മാറ്റി ടാങ്കിൽ ഉണ്ടായിരുന്ന 2 ഉരുളൻ കല്ലുകളും എടുത്തു മാറ്റി. ഇനി നമ്മുടെ ഡ്രിഫ്റ്റ് എടുക്കാൻ വേണ്ടി അതിൽ തൊട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മുടെ ബ്ലാക്ക് ടൈഗർ ഓസ്കാറിന്റെ സ്വഭാവം അങ്ങ് മാറി കേട്ടോ. സത്യത്തിൽ ആശാന്റെ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. പാവത്താനാണെന്ന് കരുതി ട്രെയിനിങ് കൊടുത്ത് ഇവനിപ്പോൾ മഹാ ചട്ടമ്പിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഡ്രിഫ്റ്റിനോട് ആശാന് എന്തോ ഒരു വലിയ അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ. ടാങ്കിൽ കൈയിടുന്നതോ ഡ്രിഫ്റ്റ് എടുക്കാൻ നോക്കുന്നതോ ആശാൻ അങ്ങോട്ട് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. ശൗര്യം കൂടിക്കൂടി ഇവനിപ്പോ നമ്മുടെ പഴയ ബ്ലാക്ക് ടൈഗർ ഓസ്കാറിനെ വെല്ലുന്ന രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുവാണ്. പ്ലാൻ മാറ്റി കുറച്ചു നേരം ഒന്ന് തലോടി കൊടുത്തപ്പോ ആശാൻ ചെറുതായിട്ടൊന്ന് ശാന്തനായതുപോലെ. പക്ഷേ ഇതും വിശ്വസിച്ച് കല്ലെടുത്ത് വെള്ളത്തിലേക്ക് കൈയിട്ടപ്പോ പിന്നെ 8ന്റെ പണിയാണ് കിട്ടിയത് കേട്ടോ. കല്ല് ടാങ്കിന്റെ അടിയിലേക്ക് വെക്കാൻ പോയതും ആശാൻ ചറ പറയുന്ന ഓടി വന്ന് സ്ട്രൈക്ക് തുടങ്ങി. നല്ല വെയിറ്റ് ഉള്ള കല്ലായതുകൊണ്ട് പെട്ടെന്ന് വെക്കാനോ കൈ എടുക്കാനോ ഉള്ള ടൈമും കിട്ടിയില്ല. ഈ ഒരു സമയത്തിനുള്ളിൽ ആശാനെ കൊണ്ട് കഴിയുന്ന അത്രയും തവണ നമ്മുടെ വിരൽ കടിച്ച് മുറിച്ചിരിക്കുകയാണ്. സത്യത്തിൽ കടി കിട്ടിയെങ്കിലും നമ്മൾ ഇന്ന് വളരെയേറെ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമ്മുടെ ഈ ബ്ലാക്ക് ടൈഗർ ഓസ്കാർ നമ്മുടെ പഴയ ഓസ്കാറിനെ വെല്ലുന്ന രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവന്റെ ഡ്രിഫ്റ്റ് നമ്മൾ അവന് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്.